എടുത്തു. എന്താണ് ഫോട്ടോ അല്ലേ? ഫോട്ടോ എടുക്കാനല്ല, ഞാൻ QR കോഡ് തപ്പിടുന്ന പൈസ വേണ്ട ചേട്ടന്. പൈസ ഇല്ല നിന്റെ? എന്നൊക്കെ പൈസ ഇല്ല, മൊബൈലിലാണ് പൈസ ഉള്ളത്. QR കോഡ് നിന്റെ പൈസ ഇല്ല? എന്റെ ക്യാഷ് ആയിട്ടില്ല, ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിട്ടാണ്. നീ കൊണ്ടുനടക്കണ മൊബൈലിലാണ് പൈസ ഉള്ളത്. ഇത് ഇപ്പൊ QR കോഡ് എവിടെ വെച്ചേക്കണത്? QR കോഡ് മറ്റേ ബോർഡ്. എന്ത് ബോർഡ്? ഈ സ്കാൻ ചെയ്യണ്ടേ? അതിന് സ്കാൻ ചെയ്യണൊക്കെ ഹോസ്പിറ്റലിലാണ്. അത് നീ തിന്നതിന് കാശ് വന്നിട്ട് പോകാൻ നോക്കും. ചേട്ടനൊരു വിവരമില്ലല്ലേ? ചേട്ടൻ ഈ പുറത്തേക്കൊന്നും ഇറങ്ങാത്തോണ്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ചു വെക്കാത്തത്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ട് സ്കാനർ. ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് പൈസ തന്നെയാണ്. ക്യാഷ് കൊണ്ട് നടക്കണ്ട ആർക്കും. നമ്മൾ ഈ നാട്ടിൻപുറത്തെ കടയിലടാ, നമുക്കൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നു, ഇപ്പൊ തന്നെ കാശ് മേടിക്കുന്നു, അത്ര തന്നെ. എന്റെ ഒരു സ്കാനർ പണി ഞാൻ കൊണ്ടു വന്നേക്കാം. നീ കടയിൽ ഉപയോഗിക്കണല്ലേ? ഞാൻ കട നടത്തിക്കൊണ്ടിരുന്നതാണ്, പക്ഷെ കട ഇപ്പൊ പൂട്ടിയല്ല, നഷ്ടത്തിലായതുകൊണ്ട്. സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തു, സെക്കൻഡ് ഹാൻഡ് വിലക്കും എല്ലാം കൊടുത്തു. അപ്പൊ മറ്റേ ഈ സ്കാനർ കൊടുത്തില്ലേ? സ്കാനർ അത് കൊടുത്തില്ല, അത് വീട്ടിൽ പെട്ടു. ഞാൻ കൊണ്ടു നോക്കാം. അത് ഞാൻ കൊണ്ടു നോക്കാം, ചേട്ടന് ഫ്രീ ആയിട്ട് നോക്കാം. പോരെ? അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിന് നേരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് വീഴണേ ചേട്ടൻ. എന്റെ അക്കൗണ്ടിൽ പൈസ കടം പോവില്ല, 5 പൈസ പോവില്ല. 3 രൂപ 55 പൈസ പറഞ്ഞാൽ 55 പൈസ കിട്ടും. നീ ഒരു കാര്യം, നീ വെറുതെ വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം? അധികം ഇവിടെ ചാവടിക്കാൻ വന്നു. കുട്ടിനെ ചാറല്ലേ വന്നത്? ഇല്ല, നമുക്ക് നോക്കടാ, ഞാൻ ചെയ്യാം. കൊണ്ടുവരാടാ. കുട്ടൻ ചേട്ടാ, കട്ടൻ ചായ ഇടാ. നീയാണ് സമാജവാളി പഠിപ്പിക്കാൻ വന്നത്. ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് മാറണമെന്ന് മൊത്തത്തില്. അപ്പുറത്തെ ബാബുവിന്റെ കടയെ പോലെ ഒരു 2 നില ഒന്നും മാറാൻ നിൽക്കണ്ട. ഒരാ കുട്ടൻചേട്ടൻ ഈ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതുണ്ടല്ല, ഈ വീടിനോട് ചേർന്ന് ഈ ചാപ്പരെ കിടന്ന ഈ വീട്ടിലെ ഊണ്, ഈ മനസ്സിലായ ടീ ഷോപ്പ്, ഇവിടെ വിൽക്കണ സവാള വെച്ചാ നമ്മളൊരു മാറ്റം വേണേ ജീവിതത്തിൽ. ഒരു മാറ്റം വേണ്ട, ഇതിൽ നിന്ന് ഉണ്ടാക്കിയാൽ മതി. ഇതാ കേട്ടാൻ പറ്റുന്ന കയറ്റി. ഇന്നത്തെ ആണോ ഇത്? ഇല്ലടാ, ഇന്നലത്തെയാണ്. ദൈവമേ, കഴിക്കുകയാണ്, കാത്തിരക്ഷിക്കണം. സമയമില്ല പണ്ടത്തെ പോലെ. എനിക്ക് സമയമുണ്ട്, നിനക്കൊക്കെയാണ് സമയമില്ലാത്തത്. ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആക്കുക. ഒന്നും വേണ്ട, ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം മതിയടാ. ഇതുകൊണ്ട് കുട്ടൻചേട്ടൻ ജീവിച്ചോളാം. ഞാൻ എന്റെ ഭാര്യ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, 2 മക്കളെ കെട്ടിച്ചു വിട്ടാറുണ്ട്. ഞാനായാലും വീട്ടിൽ പോയി കഴിച്ചോളൂ, ഇവിടെ തള്ളു കേൾക്കേണ്ട കാര്യമില്ല. കാശി എത്രയായി? കാശി നേരത്തെ കിട്ടാവി, നേരത്തെ കിട്ടാം. സെറ്റപ്പ് മാറിയല്ല, സംഗതിയൊക്കെ മാറി. നമ്മുടെ നാട് ഓടുമ്പോ നടുവ് ഓടണോടാ, പുരോഗമനത്തിന്റെ പാതയിലാണ്. അപ്പൊ ഈ സാധനമൊക്കെ വേണം. അത് ശരി, ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ അല്ലേ? അല്ലാതെ കിട്ടായി. ഇവിടെ ഗോപി വന്നാണത്. ആരെ? ഗോപിയില്ലേ, ഫർണിച്ചർ നടത്തിയ ഗോപി പൊട്ടിപ്പോയല്ല. സംഗതിയെല്ലാം കരപ്പേ കയറി. അപ്പൊ സാധനങ്ങളൊക്കെ വിറ്റ കൂട്ടത്തെ ഇത് ചോദിച്ചു, ഇതാവും കൊടുത്തില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, വീട്ടിൽ ഈ സാധനം ഇരിപ്പണി ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ചേട്ടന് ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ്. 10 പൈസ മേടിച്ചില്ല. ഗോപി കൊണ്ടെന്ന് പറഞ്ഞ സാധനം വെച്ചാ അവൻ പറഞ്ഞ കംപ്ലീറ്റ് കാശ് എന്റെ ബാങ്കിലേക്ക് കയറും. അപ്പം ഗോപി ചേട്ടന് ഫ്രീ ആയിട്ട് തന്നാലും ഗോപി എനിക്ക് കൊണ്ടുവന്ന് തന്നാണ്. അപ്പൊ ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം? ഒരു സാധനവും കൊടുക്കാത്തവനാ. എന്തെന്ന്? അല്ല, ഗോപിയുടെ കാര്യം ഞാൻ പറഞ്ഞ. അവനൊന്നും കൈകൊണ്ട് കൊടുക്കാത്തവനാ. അവൻ എന്റെ കഷ്ടപ്പാട് കണ്ട് ഈ ആൾക്കാർ പറ്റിച്ചിട്ട് പോയി. ഓരോരോ സാധനങ്ങൾ മേടിച്ചിട്ട് 50 തരാം, 100 തരാം, 10 തരാന്ന് പറയും. ഇതാകുമ്പോ കറക്റ്റ് കാശും കൂടെ ബാങ്കിൽ വന്ന് വീഴും. ഇപ്പൊ ചേട്ടന്റെ അക്കൗണ്ടിൽ വീഴും. മാസം ഒരു കാര്യം കാണാം. ഗോപി അങ്ങനെ പോയെന്ന് പറഞ്ഞു. ഗോപിതയിലെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ വിളിച്ചു പറഞ്ഞ പെണ്ണ് എന്തെങ്കിലും ജോലിയും കൂടി ഒന്ന് എടുത്ത് സഹായിക്കണമെങ്കിൽ നമ്മുടെ കട മുട്ടില്ലാതെ പോകും. വെറുതെ അല്ല ഗോപിമാര് വന്നത്. ഞാനേലും പോയിട്ട് വരാം. പോണാ നീ. പിന്നെ ഗോപി എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞു? ഗോപി ആ കട അവിടെ ഉണ്ട്, ഷാപ്പിന്റെ അവിടെ ചവറ് പോലെ തന്നെ വന്നത്. ഇത് നേരത്തെ തോന്നണ്ടായിരുന്നു. അടുത്തതും വന്നു. എന്താ വന്നു? ഇപ്പൊ എത്രയാണ് വന്നു? 3750 രൂപ. ഇന്നത്തെ മൊത്തം കളക്ഷൻ അല്ലേ? അല്ല, കളക്ഷൻ എനിക്ക് അറിഞ്ഞടാ. ഞാൻ കുമാരന്റെ കടയിൽ കൊണ്ടുപോയി. കുമാരനാ? കുട്ടൻചേട്ടന്റെ കടയിൽ കൊണ്ടുപോയി. നീ മറ്റേ QR കോഡ് വെച്ചല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ എത്രയാണ്? 45 രൂപ. 45 ആകുമ്പോ പുട്ടും കടലയും കട്ടൻ ചായയും. പുള്ളിയുടെ കണക്കതാ. എടാ, നീ എങ്ങനെ പറ്റിക്കാൻ തോന്നരുത് നിനക്ക്? വെറുതെ ഒരു 500 രൂപ പൈസ ഇല്ല എന്റെ. ഇപ്പൊ നിന്റെ വേണ്ട, അത് നീ എടുത്തു. ബാങ്കിൽ നിന്ന് എടുക്കുമ്പോ എടുക്കാം. ഇപ്പൊ കയ്യിലൊരു 500 രൂപ എന്നാ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. എവിടെ? കുട്ടനോട് പറഞ്ഞിട്ട് വരാം. പിന്നെന്താ മടി? എന്താ 510? 10 കൂടെ. അയ്യോ, പിന്നെ ഇനി നാളെ ഒരു ഉച്ചയാകുമ്പോ ഇതേപോലെ സമയത്ത് വരാം. നാളെ തന്നെ. എന്തിനാ നീ ആ പാവത്തിനെ പറ്റിക്കല്ലടാ നീ. എടാ, ആ പാവ ഒന്നും അറിയാൻ മേലാത്തോണ്ടല്ലോ നീ അവിടെ കൊണ്ട് QR കോഡ് വെച്ച് നിന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത്. ഇത് ആർക്കും അറിയില്ലെന്നാ വിചാരല്ലേ? എല്ലാ ദിവസവും 500 രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് പറയല. ഉറപ്പാണ്? ഉറപ്പാണ്.
നിനക്ക് 500 എനിക്ക് തന്നെ ഉള്ളു. 10 രൂപ വന്നു. എത്രയാണ് ഇത് 67 രൂപ. 67 ആകുമ്പോ പുട്ടും കടലയും ചായയും പിന്നെ ആർക്കാ കൂട്ടുകാർക്ക് ഒരു ചായ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും 67 രൂപ. ഒരു നാണമില്ലാതിരുന്ന് മേടിക്കണ്ടോ നാറി. പിന്നെ അപ്പൊ നാളെ ഉച്ചയ്ക്ക് കാണാം കേട്ടോ. ആരോട് പറയല്ലോ. എന്നാലും കുട്ടൻ ചേട്ടന് നീ ജീവിച്ചു പൊക്കോട്ടെ.